ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ 390 BS4 കൊടുക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ വരും എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ ചെറുങ്ങനെ നമ്മളെ സൈഡിൽ നിന്ന് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സർവീസ് സെൻറ്റർ മീൻസ് നമ്മളെ ഇവിടുത്തെ ഷോപ്പിൽ റീസെൽമെൻറ്റ് വരെ പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഞാൻ കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ക്യാഷിന് ആവശ്യം ഉണ്ടായതുകൊണ്ടാണ്. ലൈക്ക് ആസ് എ മിഡിൽ ക്ലാസ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 വണ്ടി പിന്നെ ഒരു കാറും ഉണ്ട്, പോളോ. അപ്പോൾ അതും കൂടി എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ എൻ്റെ ടൈഗർ എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ 1.5 കൊല്ലത്തിനിടയ്ക്കായി. എന്നിട്ട് ഞാൻ ഇത് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ മനസ്സും വരുന്നില്ല. പക്ഷേ ഹാർഡ് ടു മെയിൻറ്റെയിൻ എല്ലാം കൂടിയിട്ട്. ആസ് ഐ എം ഫ്രം എ മിഡിൽ ക്ലാസ് കുറച്ച് പണിയാണ് എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഇൻഷുറൻസ് ഉണ്ട്, സർവീസ് ഉണ്ട്, അതെല്ലാം വണ്ടീൻ്റെയും നോക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ മേ ബി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ബെറ്റർ ഒരു പൊസിഷനിലെത്തുമ്പം നോക്കാം. പക്ഷേ ഇതൊരു 1.5 വണ്ടി എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ ഫസ്റ്റ് ജോലി കിട്ടിയ എടുത്ത വണ്ടിയത്. കൊടുക്കാൻ നല്ല വിഷമമുണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നാമത് ഉപയോഗിക്കുന്നുമില്ല, വീട്ടിലങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കുന്നുമില്ല. കാരണം അവിടെ പോകുമ്പോൾ ഞാൻ മറ്റേ ടൈഗർ ലോങ്ങെല്ലാം പോകുമ്പോൾ ടൈഗർ എടുക്കുന്നത്. പിന്നെ ഷോർട്ട് മാത്രമേ അടിക്കുന്നില്ലോ. പിന്നെ ഷോർട്ട് അടിക്കുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ മൈലേജ് ഭയങ്കര കുറവാണ്. അപ്പം വെറുതെ വെച്ച് കളയണ്ട നല്ല രീതിയിൽ ഇങ്ങനെ രീതി ആയതുകൊണ്ട് കൊടുക്കുകയാണ്. അതാണ് ഒന്നും അങ്ങനെ പറയാനും കിട്ടുന്നില്ല സിറ്റുവേഷനിൽ. നല്ല വിഷമമുണ്ടാവും ഓഫ് കോഴ്സ്, പക്ഷെ വെച്ച് കളയണ്ട എന്നുള്ളൊരു മൈൻഡിലാണ്. ഒന്നുമില്ല, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ റബ്ബർ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കണം. പിന്നെ വേറെ പണിയൊന്നുമില്ല. ബാക്കിയെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയതാണ്, എല്ലാം സെറ്റാണ്. അപ്പോൾ പിന്നെ ഒന്ന് വാഷ് ചെയ്യണം വണ്ടി. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ പണി. പിന്നെ ചെയിൻ ലൂബ് എൻ്റെ കയ്യിലുണ്ട്, ചെയിൻ ലൂബും കൂടി അടിച്ച് സെറ്റായിട്ട് വണ്ടി കൊടുക്കും. ഗായ്സ്, അങ്ങനെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് പിന്നെ ഇനിയിപ്പം വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോവാം. ഫുൾ ബോഡി വാഷ് അവിടെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് കൊണ്ടുവെക്കും. അപ്പോൾ അത്രേ ഇല്ലു. വണ്ടി കൊടുക്കാനും തോന്നുന്നില്ല. കൊടുത്താൽ ആക്സിഡൻറ്റ് കൊടുത്തന്നെ പൂണ്ട്. ഇതിപ്പോൾ 2 ലോഡ് ചെയ്ത് വലിക്കുന്നുണ്ട്. 2 ഇപ്പോൾ ഞാനെൻ്റെ ചെങ്ങയുണ്ട് വണ്ടിയിൽ. പക്ഷേ ആ ഒരു സിംഗിൾ സിലിണ്ടറിൻ്റെ പവർ BS4. പക്ഷേ BS6 കുറച്ചും കൂടി സ്മൂത്താണ്. ലൈക്ക് എഞ്ചിനൊക്കെ കുറച്ചും കൂടി സ്മൂത്ത്. കുറച്ച് അഗ്രഷൻ കാണിക്കുന്നുണ്ട്. നല്ലൊരു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. അങ്ങനെ വണ്ടി ഫുള്ള് കഴുകി സെറ്റായി. നേരെ വീട്ടിൽ കൊണ്ടേ വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് ചെയിൻ ലൂം കൂടി അടിച്ചിട്ട് നാളെ രാവിലെ ആൾ വരും എടുക്കാൻ. അപ്പോൾ കൊടുക്കാം. പെട്ടെന്ന് കൊടുക്കാനേ തോന്നില്ല, എന്തോ പോലെ ആവും. ലൈഫ് മസ്റ്റ് ഗോ ഓൺ. വേറെന്ത് പറയാനാ. ലൈഫിലിങ്ങനെ പല സിറ്റുവേഷനും വരും. നമ്മൾ
പ്രാക്ടിക്കൽ രീതിയിൽ ചിന്തിച്ചിട്ട് അങ്ങ് മൂവ് ചെയ്താൽ മതി. ഇമോഷണലി ആയിട്ട് കണക്ട് ചെയ്യാണ്ട്, ഇമോഷണലായിട്ട് കണക്ട് ചെയ്താൽ എനിക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല ഈ വണ്ടി. കാരണം സാലറി കിട്ടിയിട്ട് ഫസ്റ്റ് ജോബ് കിട്ടിയിട്ട് ഫസ്റ്റ് ബൈക്കാൻ്റെ 390. പിന്നെ ഞാൻ പറഞ്ഞ ഓഫറും അവർക്ക് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. ചെറിയ നെഗോസിയേഷൻ ഉണ്ടായിന്, എന്നാലും വലിയ സീനില്ല. അതും കൂടി കൺസിഡർ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇറ്റ്സ് ഹാർഡ് ടു മെയിൻറ്റെയിൻ. നമുക്ക് ട്രാഫിക്കിനൊന്നും അങ്ങനെ എടുത്തിട്ട് പോകാൻ പറ്റില്ല. ലൈക്ക് നല്ല മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവും. ലോങ് ആണെങ്കിലും ഓക്കെ, കിട്ടില്ല പോലെ 10-35 മൈലേജ് കിട്ടിയിരിക്കാം. ഞാനിവിടുന്ന് മൈസൂർ എത്തുന്ന ഏകദേശം 220 കിലോമീറ്റർ 800 റുപ്പീസിൻ്റെ പെട്രോൾ. അതായത് അവിടെ എത്തിയിട്ട് ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോയി, എന്നിട്ട് അവിടെ എത്തിയിട്ടും ഫുൾ ടാങ്ക് അടിച്ചാൽ ഏകദേശം 800 and സംതിങ്ങിൻ്റെ റേറ്റിൽ എനിക്ക് ആയിട്ടും പെട്രോൾ. കുറച്ച് പെട്രോൾ കൂടെ അടിച്ചേക്കാം, ഏതാനും കൊടുക്കുന്നതല്ലേ. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് സെറ്റായി. ഇപ്പോൾ കുറച്ച് പെട്രോളും കൂടി അടിച്ച് വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, ചെയിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ദാറ്റ്സ് ഓൾ. ബാക്കി നാളെ രാവിലെ കാണാം ഗൈസ്. ഹാപ്പി ജേണി. പോയിട്ട് നല്ല പോണേ. ആ ഫോൺ നമ്പർ ശരി. അപ്പോൾ ഹാപ്പി ജേണി. എവിടെ എത്തിയിട്ട് പറ കേട്ടോ. അങ്ങനെ വണ്ടി സെല്ലായി.